നമ്മള് ബദ്രിനാഥിലേക്കുള്ള യാത്രയിലാട്ടാ. ഇപ്പൊ രുദ്രപ്രയാഗ് കഴിഞ്ഞു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 150 സംതിങ് കിലോമീറ്ററും കൂടി ഉണ്ട് കേട്ടോ. എന്തായാലും നോക്കാം, പോയി നോക്കട്ടെ. നല്ല രസമില്ലേ പോകുന്നതാണ്, വഴിയെല്ലാം നല്ല രസമാണ്. 160 കിലോമീറ്റർ കേട്ടോ. റിസ്കി റോഡാണ് ഫുള്ള്. കണ്ട എങ്ങനെ ഇടിഞ്ഞുകൊണ്ടേയിരിക്കും, കല്ല് വീണുകൊണ്ടിരിക്കും. എന്നാലും സംഭവം അടിപൊളിയാണ്. അടുത്തായിട്ട് ഉണ്ടാക്കിയ റോഡാന്ന് കേട്ടോ. ഇപ്പം മാന്തിയതാണ് മണ്ണെല്ലാം ഇപ്പം മാന്തി എടുത്ത ഒരു ഫീൽ ഉണ്ട്. ടാറിങ് നല്ല പുതിയ ടാറിങ്ങാണ്. 156 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ബദ്രീനാഥ് രാവിലെ കവർ ചെയ്തിട്ട് റിട്ടേൺ വരും. റിട്ടേൺ വരുന്ന സമയത്ത് ഋഷികേശ്, ഹരിദ്വാർ അതും കൂടെ ഒന്ന് കവർ ചെയ്തിട്ട് നേരെ വാരണാസിയിലേക്ക്. അതാണ് എൻ്റെ പ്ലാൻ കേട്ടോ. ഇപ്പോൾ ഒരു ചെക്കിങ്ങിലുണ്ടായിരുന്നു, പക്ഷെ നാട്ടിലവരൊന്നല്ല. പോലീസുകാരെല്ലാം വളരെ ഡീസൻ്റാണ്, ഒന്നും പറഞ്ഞില്ല. എക്സ്ട്രാ ഫിറ്റിങ് കാര്യമൊന്നും അവർക്ക് വിഷയമില്ല കേട്ടോ. അവർ ഫുള്ള് വണ്ടി നോക്കിയിട്ട് പേപ്പറെല്ലാം നോക്കി എല്ലാം കറക്റ്റാണെന്ന് പറഞ്ഞു വിട്ടോന്ന് പറഞ്ഞു. വേറെ ഒന്നും പറയട്ടെ. ഓൾ ദ ബെസ്റ്റും പറയട്ടോ. അതല്ലൊരു ഡിഫറൻസ്. എല്ലാ പോലീസുകാരും അങ്ങനെ ആണെന്നില്ലല്ലോ. അധികം ആൾക്കാരും അങ്ങനെയല്ല. അവരെ മാക്സിമം പൈസ പിടിക്കാനാണ് നോക്കാറ്. അങ്ങനെയൊന്നുമില്ല. ഇവർക്ക് എക്സ്ട്രാ മീറ്റിംഗ് ഒന്നും അറിയില്ല. കാരണം ഈ നാട്ടുകാർക്ക് മനസ്സിലാവും എന്തിനാണ് ലൈറ്റ് വെച്ചെന്ന്. കാരണം ഇവിടെ ഒന്നും ലൈറ്റ് ഇല്ലാണ്ട് രാത്രി പോക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാ നാട്ടുകാരും അങ്ങനെ അല്ലല്ലോ, എന്താ ചെയ്യാ. കേദാർനാഥിലെ വീഡിയോ എല്ലാം കാണാത്തവരൊന്നും എടുത്ത് കാണണം കേട്ടോ. ഒരുപാട് കഷ്ടപ്പെട്ടെടുത്തതാണ്. എന്തായാലും കാണുക, കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം ഒന്ന് അറിയിക്കും കേട്ടോ. യൂട്യൂബെല്ലാം പച്ച പിടിച്ചിട്ട് വേണം എനിക്ക് ഇന്റർനാഷണൽ ട്രിപ്പ് അടിക്കാൻ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ടെല്ലാം ചെയ്യും. അടുത്ത വർഷം ഞാൻ എന്തായാലും ബൈക്കും കൊണ്ട് പോകുന്നുണ്ട്. അത് സർപ്രൈസാണ്. കുറച്ച് രാജ്യങ്ങൾ ഞാൻ പോകുന്നുണ്ട് എന്തായാലും. ഈ ഒരു പോക്കിൽ പോകണമെന്ന് വെച്ചാൽ പക്ഷെ നടക്കൂല. 4 വീലറിന് നല്ല പൈസയാണ്. അതുകൊണ്ട് ഞാൻ 2 വീലറും കൊണ്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതിനുള്ള പരിപാടിയെല്ലാം നോക്കണം. പറ്റിയ ബൈക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ട്. നോക്കട്ടെ, സാഹചര്യം നോക്കിയിട്ട് ചെയ്യാം. റോഡെല്ലാം പല സ്ഥലത്തും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഗട്ട് റോഡാണ് ഫുള്ള്. പക്ഷേ കുഴപ്പമില്ല. ഇവിടെ പിന്നെ ഇങ്ങനെ മലയിടിഞ്ഞ് പോകുന്നതുകൊണ്ട് പിന്നെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. വീഴും, പിന്നെ അവർ ജെസിബിക്ക് മാന്തളം, ഇതന്നെ അവരെ പരിപാടി. എന്തായാലും നമ്മൾ ബദ്രീനാഥിലേക്കുള്ള യാത്രയിലാണ്. ഞാൻ ഇന്ന് അവിടെ എവിടെയെങ്കിലും സ്റ്റേ അടിക്കും കേട്ടോ. എന്നിട്ട് നാളെ രാവിലെ കയറാനുള്ള പരിപാടിയാണ്. അധികം നടക്കാനൊന്നുമില്ല. വണ്ടി വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് നടക്കേണ്ട ദൂരമേ ഉള്ളൂ. റോഡ് സൈഡിൽ തന്നെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. റോഡ് വളരെ എളുപ്പമാണല്ലോ. നമ്മൾ ബദ്രീനാഥിലേക്കുള്ള യാത്രയിൽ ചെറിയൊരു പണി കിട്ടി. റോഡ് ക്ലോസ്ഡ് ആണ് കേട്ടോ. റോഡ് നാളെയും കൂടെ ക്ലോസ്ഡ് ആണ്, മറ്റന്നാൾ തുറക്കുന്ന പറഞ്ഞത്. ഇപ്പം നമ്മളുള്ളത് രുദ്രപ്രയാഗല്ല, വേറെ എന്തോ പ്രയാഗിലാണ് കേട്ടോ. സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി. എന്തായാലും നല്ല രസമുണ്ട്. കുറച്ച് മുന്നോട്ട് പോയാലൊരു വില്ലേജ് ഉണ്ട്. അപ്പോൾ ആ വില്ലേജിൽ പിന്നെ വേണമെങ്കിൽ നിൽക്കാമെന്ന് പറഞ്ഞു പോലീസുകാർ. അപ്പോൾ തൽക്കാലം നമ്മൾ പിന്നെ കുറച്ച് മുന്നോട്ട് പോയിട്ട് അവിടെ സ്റ്റേ അടിക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ ബദ്രീനാഥിലേക്കുള്ള യാത്ര ചെയ്തതുണ്ടാവുക ഫുള്ള് ഇടിഞ്ഞതാട്ടോ. മലകളിൽ ഇടിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരത് അടച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ കെട്ടി വൃത്തിയാക്കുന്നുണ്ട് സൈഡെല്ലാം. മറ്റേ നെറ്റെല്ലാം ഇട്ടിട്ട് ഫുള്ള് കെട്ടുന്നെല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ പൊതുവെ അങ്ങനെയാണ് കെട്ടാറ്, നെറ്റ് ഇട്ടിട്ട്. ഇടിച്ചിൽ നല്ലോണം ഉണ്ട്. ഇവിടെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ ഇടിയാൻ തുടങ്ങും. അതാണ് അവസ്ഥ. എല്ലാം ഇടിഞ്ഞതാട്ടാ. ഇതേപോലെയുള്ള റോഡുകളാണ് പ്രശ്നം. ഇടിയും അത് പിന്നെ യാത്രയൊക്കെ ആണെങ്കിലാണ് പ്രശ്നം വരിക. വേറെ പ്രശ്നമൊന്നുമില്ല. വണ്ടി പോകേണ്ട രീതിയിൽ ആക്കിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ന്യൂസിലെല്ലാം പറയുന്നത് റോഡ് ക്ലോസ്ഡ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് കേട്ടോ. ഈ ലോക്കൽ ഇവിടെ ആൾക്കാരോട് ചോദിച്ചാൽ കറക്റ്റ് പറഞ്ഞു തരും.
അവർ പറയുന്ന ന്യൂസിലൊക്കെ അനാവശ്യമായിട്ട് വെറുതെ എന്തെല്ലോ പറഞ്ഞു കൂട്ടലാണ് ഇവിടെ. അങ്ങനെ സംഭവമില്ല. ഇവിടെ റോഡ് ഇടിഞ്ഞു പോയാലും അപ്പം തന്നെ അത് മാറ്റാനുള്ള ഇവിടെ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, വണ്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം തന്നെ അത് മാറ്റി ക്ലിയർ ആക്കും കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് അടച്ചിടുന്ന പരിപാടിയൊന്നും അധികം ഇല്ല. അത്രേ റിസ്ക് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇന്നലെ തന്നെ ഞാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നു നമുക്ക് കേദാർനാഥ് നേരെ ഇങ്ങോട്ട് വരാൻ. അപ്പോൾ ആ റോഡ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഗൂഗിളിൽ മാപ്പ് ഇടുന്ന സമയത്ത് ക്ലോസ്ഡ് കാണിച്ചിട്ടാണ് ഞാൻ കറങ്ങി ചുറ്റി വന്നത്. കുറേ കിലോമീറ്റർ വെറുതെ കളഞ്ഞ്, പറഞ്ഞിട്ട് കാര്യമില്ല, സമയം പോയി. ഇല്ല ഞാൻ ഇന്നലെ തന്നെ ഇവിടെ എത്തിയാണ്. പക്ഷേ എന്താ ചെയ്യാം, നോക്കുമ്പോഴത്തേന് കുഴപ്പമൊന്നുമില്ല, വണ്ടികൾ അതിലേക്കൂടെ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ലോക്കലൈറ്റ്സിനോട് ചോദിക്കുമ്പോൾ അവരിങ്ങനെയാണ് പറയുന്നത്. റോഡുകളെല്ലാം ഇങ്ങനെയാണ് കേട്ടോ അവസ്ഥ. ഇങ്ങനെ ഉണ്ടാവുക റോഡ്. ഫുള്ള് പാറ ഉണ്ടാക്കിയ റോഡാണ്. പിന്നെ ഇത് എപ്പോൾ ഇടിഞ്ഞു പോകുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് അവസ്ഥ. ഇടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ കടന്നോളാം. മഴ പെയ്യുമ്പോൾ എല്ലാം കൂടി ഇടിഞ്ഞു പോകും കേട്ടോ, അതാണ് പ്രശ്നം. വണ്ടി ബ്ലോക്കാട്ടാ, വണ്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പൊട്ടി വീണ്ടുണ്ട്. ഈ പാറയ്ക്കെല്ലാം ക്രാക്ക് ഉണ്ടാകും കേട്ടോ. എല്ലാം ക്രാക്കായിരിക്കും. അത് ഏത് നിമിഷം വീഴുന്നതുണ്ടോ, എല്ലാം പൊട്ടി പൊട്ടി കിടക്കുന്ന സാധനമാണ്. അത് ഏതെങ്കിലും ഒരു ചെറിയൊരു മഴ എന്തെങ്കിലും ഒരു അനക്കം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം കൂടി ഇങ്ങനെ വരും. ഇതാണ് അവസ്ഥ. റോഡ് ഫുള്ള് കണ്ടോ, സൈഡെല്ലാം ഇടിച്ചിട്ടേ ഉള്ളത്. കണ്ടോ വലിയ പാറയെല്ലാം കൊണ്ട് കണ്ടോ. ഇതാണ് കേട്ടോ അവസ്ഥ. ഇതാണ് ന്യൂസിലെല്ലാം പറയുന്നത് ഇടിഞ്ഞു വീണെന്ന് പറയുന്നത്. മലേൻ്റെ മേളിൽ നിന്നങ്ങ് വരും എല്ലാം കൂടി. എല്ലാവരും ലെക്കാട്ടോ അതിലേ പോകുന്നത്. എന്താ പറയാ, ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മളെ മുകളിലേക്കൊന്നും പോകില്ല, ഇല്ലെങ്കിൽ എല്ലാം കൂടി നമ്മളെ തലയിലേക്ക് തന്നെ പോകും. ഇത് കണ്ടോ വീണ് പാറകളെല്ലാം കണ്ടോ നിങ്ങള്, മേളിൽ നിന്ന് ഇങ്ങനെ തന്നെ ഫുള്ള് വീണ്. ഇതാണ് ഉത്തരാഖണ്ഡിന്റെ ഒരു പ്രശ്നം. എപ്പോ എന്ത് വേണം സംഭവിക്കാനില്ല വില. ഇവിടുത്തെ ആൾക്കാർ തന്നെ പറഞ്ഞേട്ടാ, ഇവിടുത്തെ കാലാവസ്ഥേനെ അവർക്ക് തന്നെ അറിയില്ല എന്താ ചെയ്യണം എന്താവുന്നൊന്നും. കാണുമ്പോ നമ്മൾ ഇടിയൂലെന്നെ വിചാരിക്കെങ്കിലും പെട്ടെന്ന് ഇടിയും. പക്ഷെ സ്ഥലങ്ങൾ കാണാൻ നല്ല ഭംഗിയാണ്, മലകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. റോഡുകളെല്ലാം ഓപ്പൺ ആട്ടോ. വരുന്നുണ്ടെങ്കിൽ വരുന്നവർക്കൊക്കെ വരാട്ടോ, സുഖമായിട്ട് വരാം. ഒന്നും അടച്ചിട്ടിട്ടൊന്നുമില്ല. ന്യൂസിൽ പറയുന്നൊന്നും വലിയ കാര്യമാക്കണ്ട, ഒരു കാര്യമില്ല. എല്ലാം ഓപ്പണാണ്, ഒന്നും പഠിക്കണ്ട.
ഇത്ര മേളിൽ നിന്ന് വന്ന കേട്ടോ മല. ആ മേളിൽ നിന്ന് നേരെ വന്നിട്ടാണ് ഇങ്ങോട്ട് ഇടം വരെ എത്തിയത്. വണ്ടി വേരൊന്നുണ്ട്. ഓക്കെ, ഇടിഞ്ഞതുണ്ടോ നിങ്ങൾ? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. സ്ഥലങ്ങളെല്ലാം കാണാൻ അടിപൊളിയാണ്, പക്ഷേ ഇടിഞ്ഞു പോകുന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇവിടെയെല്ലാം വീണിട്ട് കണ്ട ഷോപ്പ് കാര്യങ്ങളെല്ലാം താഴേക്ക് വരുന്നുണ്ട്. തീരെ ഒരു സേഫ്റ്റി ഇല്ല ഇവിടെ. സംഭവം എന്ന് വെച്ചാൽ ഏത് നിമിഷവും എവിടെ വേണം ഇടിഞ്ഞു പോകാന്നുള്ള ലെവലിലാണ്. അതന്നെയാണ് ഒന്നാമത്തെ പ്രശ്നം. എപ്പോൾ ഒരു മനസ്സിലൊരു പേടി ഉണ്ടാകുന്നില്ല ലെവലാണ്. എല്ലാം കണ്ട റോഡ് ഫുള്ള് ഇങ്ങനെയാണ്. ഫുള്ള് റോഡ് പണിയാണ് കേട്ടോ. ചെറിയൊരു ടണലുണ്ട്. ഇവിടെ ഏതോ ഒരു ഫേമസ് ഗുരുദ്വാര ഉണ്ടെന്ന് തോന്നുന്നു. ഇഷ്ടംപോലെ പഞ്ചാബീസ് പോകുന്നുണ്ട്. ടണൽ തന്നെ ഇടിഞ്ഞിട്ടില്ല കണ്ട. ഫുള്ളുകൾ ഇടിഞ്ഞിട്ട് ടണലിലേക്ക് വീണ്ടായില്ലത്. അമ്പൻ അവസ്ഥയാണ്. ടണൽ തന്നെ ഇടിഞ്ഞിട്ടില്ല കേട്ടോ. എത്രത്തോളം മനസ്സിലാവുന്ന എനിക്കറിയില്ല. നേരിട്ട് കണ്ടാലും അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവും. അത്യാവശ്യം നല്ലോണം ഇടിഞ്ഞിട്ടുണ്ട്. പക്ഷെ സ്ഥലം നോക്കി ഞങ്ങൾ എന്ത് രസമാണ്. എന്ത് ചെയ്യാം. ഇതെല്ലാം കണ്ട കമ്പിയിട്ട് കെട്ടിയിട്ടേ ഇല്ലേ പാറ വീകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. വണ്ടി എവിടെയും വെക്കാൻ പാടില്ലാന്ന് കേട്ടോ. കാരണം കല്ല് ഏത് നിമിഷം വന്ന് വീഴും. ആ ഒരു കാരണം കൊണ്ട് തന്നെ വണ്ടി ഇവിടെ ഒന്നും പാർക്ക് ചെയ്യാൻ പെർമിഷൻ ഇല്ല. ഇവിടെ റോഡ് അങ്ങനെ തന്നെ ഇടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. റോഡിന്റെ പകുതി അങ്ങനെ തന്നെ പോയിട്ടുണ്ട്. ഇത്ര വീതിയുള്ള റോഡാണ്, പകുതിയിലധികം പോയിട്ടുണ്ട്. റോഡില്ല. സംഭവിച്ചു. കാറ് ബാക്ക് വന്നടിച്ച മനസ്സിലാവുന്നില്ലോ. കാറിന്റെ ബാക്ക് ഭാഗത്ത് പോസ്റ്റ് റിവേഴ്സ് വന്നടിച്ച ഒന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് ഇങ്ങനെ വ്യൂ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ലാൻഡ്സ്കേപ്പ് വ്യൂ എല്ലാം കാണുമ്പോൾ നല്ല രസമുണ്ട്. മുകളിൽ നല്ല വീടുണ്ട് കേട്ടോ.
ബദ്രിനാഥ് വരുന്നുണ്ടെങ്കിൽ മാക്സിമം മഴക്കാലം വരാതിരിക്കുന്നത് നല്ല കേട്ടോ. ഇതാണ് അവസ്ഥ. ഫുള്ള് റോഡൊക്കെ ഇങ്ങനെയാണ്. എപ്പോൾ വേണോ എന്ത് വേണോ ഇടിയാമെന്നുള്ള അവസ്ഥയാണ്. നല്ല പക്ഷെ വ്യൂ എല്ലാം ഒരു രക്ഷയില്ല കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഞാൻ എന്തായാലും ഇനി പോയിട്ട് രണ്ടാമത് വരാൻ നിൽക്കുന്നില്ല. അപ്പം അതുകൊണ്ട് എന്തായാലും ഒരു ഒറ്റ ട്രിപ്പിൽ എല്ലാം കവർ ചെയ്ത് പോകാന്നുള്ള ലെവലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം അടിപൊളിയാണ്. വ്യൂ എല്ലാം അടിപൊളിയാണ്. നമ്മള് ജോഷിമത്ത് പറഞ്ഞൊരു സ്ഥലത്ത് എത്താനായിട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ കുറച്ച് എണ്ണ അടിച്ചിട്ട് ബദ്രിനാഥ് പിടിക്കുക. ബദ്രിനാഥ് പിടിച്ചിട്ട് ഞാൻ ഇന്ന് തന്നെ റിട്ടേൺ അടിക്കാനുള്ള പരിപാടിയാണ്. എന്തായാലും അവിടെ സ്റ്റേ അടിക്കണ്ട എന്നാണ് വിചാരിക്കുന്നത്. രാത്രിയാകുമ്പോഴത്തേക്ക് റിട്ടേൺ വരാനുള്ള പരിപാടി കേട്ടോ. രാവിലെ പല്ല് കഴിച്ചതായിരുന്നു. ഫുഡൊന്നും കഴിച്ചില്ല. ഫുഡെല്ലാം കഴിക്കണം. അത്രേ അവിടെ ഗുരുദ്വാര ഉണ്ട്. ഇവിടെ ഗുരുദ്വാര ഉണ്ടെങ്കിൽ ഗുരുദ്വാര കയറാം. ഈ റോഡ് ഇന്നലെയാണ് കേട്ടോ തുറന്നത്. പിന്നെ കുറച്ച് നാളായിട്ട് 5 ദിവസം അങ്ങനായിട്ട് ക്ലോസ്ഡ് ആയിരുന്നു. എന്തോ ഭാഗ്യം നമ്മൾ കറക്റ്റ് എത്തിയ സമയത്ത് വണ്ടി വിടുന്നുണ്ട്. വണ്ടി പോകുന്നുണ്ട് കേട്ടോ. ആ മുകളിൽ ഫ്രണ്ടിൽ കാണുന്നുണ്ടെങ്കിൽ ആ മല ഫുള്ള് ഇടിഞ്ഞിട്ടുണ്ട്. കുറേ വണ്ടികളുണ്ട് ഇവിടെ. ഇവിടെ വെച്ചിട്ട് പോയ ടീമെല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ജോഷിമത്ത് കഴിഞ്ഞിട്ടാ. ജോഷിമത്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 40 കിലോമീറ്ററാണ് ഇവിടുന്നുള്ളത് നമുക്ക് പോകാനായിട്ട്. പോകുന്ന വഴിക്ക് ഒരു ഗുരുദ്വാര ഉണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് ഫുഡെല്ലാം കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഓൾറെഡി ലേറ്റായി. എനിക്കാണെങ്കിൽ വിശക്കാൻ തുടങ്ങി. രാവിലെ പല്ലിയാച്ച ഒന്നും തിന്നിട്ടില്ല. വഴിയെല്ലാം നല്ല കിടിലാണ് കേട്ടോ. ഒന്നും പറയാനില്ല. ആ വരുന്ന വഴിക്കാണ് നമ്മൾ റോഡ് ക്ലോഷർ കണ്ടത് കേട്ടോ. ഞാൻ ഇന്നലെ ഇവിടെ എത്തണ്ടായിരുന്നു. നല്ലോണം ചുറ്റി വെറുതെ. വേറൊരു വഴി ഉണ്ടായിരുന്നു. ഇനി ആ വഴിയിൽ വേറെ റോഡ് അടച്ചിട്ടുണ്ടോന്നില്ല എനിക്കറിയില്ല. എന്തായാലും ഇന്നലെ രാത്രിയാണ് ആ റോഡ് തുറന്നത്. നമ്മൾ കറക്റ്റ് എത്തുമ്പോൾ തന്നെ വണ്ടി വിടുന്നുണ്ടായിരുന്നു. വൺ സൈഡ് വെച്ചിട്ട് കേട്ടോ. അതുകൊണ്ട് രക്ഷപ്പെട്ട്. അപ്പോൾ നമ്മൾ നേരെ ബദ്രിനാഥിലേക്ക്. ഇവിടെ റോഡെല്ലാം കണ്ട. റോഡെല്ലാം പകുതിയിലധികം കൊണ്ടുപോയി കേട്ടോ. അതാണ് അവസ്ഥ. ഇടിഞ്ഞിട്ട് വീണ്ട് ഇത്ര വീതിയുള്ള റോഡാണ്. പക്ഷെ പകുതിയും കൊണ്ടുപോയി. ഇതാണ് അവസ്ഥ. ഇത് മേളിന്ന് പാറ വന്ന് വീണിട്ട് സൈഡായ വണ്ടിയെല്ലാം ഉണ്ട് കേട്ടോ. ഒരു 5-6 ദിവസം ഈ റോഡ് ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. ഇപ്പം ഓപ്പൺ ആയത്. ഇന്നലെ രാത്രി പോലെ ഓപ്പൺ ആയത്. ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷം ഓപ്പൺ ആക്കിയെന്നാ പറഞ്ഞത്. അത്യാവശ്യം നല്ല ഇടിച്ചിലായിരുന്നു കേട്ടോ. വലിയൊരു മല അങ്ങനെ തന്നെ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഭാഗ്യമുണ്ട്. കറക്റ്റ് നമ്മൾ എത്തിയ സമയത്തേക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് അത് റെഡിയായി. പിന്നെ നമുക്കൊരു 1 മണിക്കൂറും കൂടെ പോകാൻ കേട്ടോ. 1 മണിക്കൂറും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ബദ്രിനാഥ് എത്തി. മലകളെല്ലാം കാണുമ്പോൾ ശരിക്കും പേടിയാവും ഇവിടുന്ന്. അതാണ് ആകെയുള്ള ഇവിടെ ഒരു പ്രശ്നം. കാരണം ഏത് നിമിഷം എങ്ങനെ വീഴുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള മലകളാണെല്ലാം. ആ ഒരു പ്രശ്നമേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഉത്തരാഖണ്ഡ് കാണാൻ ഭയങ്കര സൂപ്പറാണ്. നല്ല പ്രകൃതി ഭംഗി ഭയങ്കരമാണ്. പിന്നെ പ്രകൃതി എപ്പം നമ്മളെ ചതക്കും എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. മഴ പെയ്താൽ ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ അയച്ചതാ. ഇത് ഈ മല ഇടിഞ്ഞതാണ്. റോഡ് കണ്ട ഞങ്ങള്. റോഡ് അങ്ങനെ കൊണ്ടുപോയത്. അതാണ് പ്രശ്നം. ഇത്രയും വീതിയുള്ള റോഡാണ്.
ഓൾമോസ്റ്റ് ബദ്രിനാഥ് എത്തി കേട്ടോ. നമുക്കിനി ഉള്ളത് 20 കിലോമീറ്റർ കേട്ടോ. ഓൾമോസ്റ്റ് എത്തിയിരിക്കുകയാണ്. റോഡെല്ലാം കുറച്ച് കച്ചറയാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നാളെ റിട്ടേൺ വരുന്ന സമയത്ത് 2 സാധനം കവറാക്കാൻ ഉണ്ട്. ഒന്നുള്ളത് പിന്നെ വാലി ഓഫ് ഫ്ലവേഴ്സ് ആണ്. ഓക്കെ, പിന്നെ ഉള്ളത് മറ്റേ ഒരു ഗുരുദ്വാര ഉണ്ട് മുകളിൽ. ഒരു 10 കിലോമീറ്റർ ട്രെക്കിംഗ് ഉണ്ട്. അപ്പോൾ അതും കൂടെ കംപ്ലീറ്റ് ആക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ. നാളെ രാവിലെ അല്ലെങ്കിൽ രാത്രി ഇവിടെ വന്ന് സ്റ്റേ അടിക്കണം. രാവിലെ പിന്നെ ട്രെക്കിങ്ങിന് പോകാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതാണ് പ്ലാന്. 10 കിലോമീറ്ററല്ലേ ഉള്ളൂ. എന്തായാലും ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം ഫുള്ള് ഇടിഞ്ഞ് പോയിട്ടില്ല കേട്ടോ. റോഡെല്ലാം എങ്ങനെയൊക്കെ അപ്പോൾ ആക്കിയതാണ്. അതാണ് അവസ്ഥ. വലിയൊരാളൊന്നുമില്ല കേട്ടോ. ഇപ്പോഴത്തെ കാലാവസ്ഥേനാണെന്ന് അറിയില്ല. അപ്പോൾ കാലാവസ്ഥ വളരെ മോശമാണ്. മഴയും ഇടിച്ചിലും എല്ലാം ആയതുകൊണ്ടാണെന്ന് അറിയില്ല. ആൾക്കാർ വളരെ കുറവാണ്. ഒരാണെങ്കിൽ നന്നായി. പിന്നെ കുറേയെല്ലാം ആ റോഡ് ഇടിഞ്ഞ് വീണടുത്ത് കുറേ വണ്ടികളൊക്കെ അവിടെ വെച്ചിട്ട് ആൾക്കാർ പോയിട്ടുണ്ട് കേട്ടോ. കുറേ കാറ് ബൈക്കൊക്കെ അവിടെ കുറേ കൂട്ടിയിട്ടിട്ടുണ്ട്. അത് ഒരു 5 ദിവസം ക്ലോസ് ആയതുകൊണ്ട് അവിടെ അവർ വണ്ടി വെച്ചിട്ട് പിന്നെ വേറെ ഏതെങ്കിലും ടാക്സി ഞാൻ വിളിച്ച് പോയിട്ടുണ്ടാവും. അവർക്ക് ആ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. എന്തായാലും നമുക്ക് വണ്ടിയുടെ വെക്കേണ്ട വന്നില്ല. വണ്ടി വെച്ചിട്ട് ഞാൻ എന്തായാലും പോവുകയില്ല. 20 കിലോമീറ്ററാണ് ഉള്ളത്. വണ്ടിയിലാണെങ്കിൽ എണ്ണയില്ല, മിന്നിക്കൊണ്ടിരിക്കുകയാണ്. ആടെ ഒരു പമ്പുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പിന്നെ 2 കൽപ്പിച്ച് പോവാണ്. റോഡുകളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ അവസ്ഥ. ഫുള്ളൊരു അഡ്ജസ്റ്റ്മെന്റിൽ വേണം പോവാൻ. 2 വണ്ടി പോകുന്ന സ്ഥലം എല്ലായിടത്തും ഇല്ല. റോഡ് ഇതാണ് അവസ്ഥ. റോഡ് നല്ല വ്യൂ ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ കല്ലെല്ലാം ഇരുണ്ട് വീണ് വന്നിട്ട് അവസ്ഥ കേട്ടോ. ഇതിൻ്റെ പകുതി റോഡും പുഴ കൊണ്ടുപോയി ഇടിഞ്ഞിട്ട്. അല്ല അങ്ങനെ മുകളിൽ നിന്ന് കല്ല് വിട്ടുന്നു കേട്ടോ. അവർ മുകളിൽ അതുകൊണ്ട് നെറ്റ് അടിക്കാൻ വേണ്ടി പോവാണ്. നെറ്റ് അടിക്കുന്നുണ്ട് ഫുള്ള് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. റോഡൊരു 10 മിനിറ്റ് അവിടെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. എന്താ അവസ്ഥ അറിയില്ല. വാങ്ങിയിട്ട് ലൈവായിട്ട് പോകുന്നതാണ്. അവർ വീഴാൻ സാധ്യതയില്ല. കല്ലെല്ലാം തുന്തി ഇടുക കേട്ടോ. അല്ലെങ്കിൽ അത് എന്തായാലും നിലത്തേക്ക് വീഴുന്ന ഉറപ്പാണ്. ബദ്രിനാഥ് ടെമ്പിളിൻ്റെ വ്യൂസ് ഡീറ്റെയിൽസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.